അങ്ങനെ ഡാമേ കൂടെ നമ്മൾ വണ്ടി ഓടിച്ചു. ഡാമേ കൂടെ കൊച്ച് വീതി കുറഞ്ഞ സ്ഥലമാണ്. അങ്ങനെ നമ്മൾ അടുത്തതായി പെരുന്തേനരുവിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ വനത്തിനകത്തൂടാണ് പോകുന്നത്. കേരള റോക്സിന്റെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മളങ്ങനെ പെരുന്തേനരുവിലെത്തി. നമ്മൾ പെരുന്തേനരുവി വെള്ളച്ചാട്ടം കാണാൻ വേണ്ടിയാണ് നമ്മൾ വന്നത്. പെരുന്തേനരുവി കാണാം. ഇവിടെ പുതിയ ബിൽഡിംഗ് ഒക്കെ പണിയുന്നുണ്ട്. ഇവിടെ താഴോട്ടാണ് നമ്മൾ ഇറങ്ങുന്നത്. താഴെ ഒരു പമ്പ് ഹൗസ് ഒക്കെ കാണുന്നുണ്ട് താഴെ. ഇത് പുതിയതായിട്ട് പണിയുന്ന പാർക്കാ. പെരുന്തേനരുവി പുതിയ പാർക്കൊക്കെ പണിയുന്നുണ്ട് കുട്ടികൾക്ക് വേണ്ടി. അതിന്റെ പണി നടന്നുകൊണ്ടിരിക്കുക. നമുക്ക് താഴെ ഇറങ്ങിപ്പാം. കാണുന്ന പമ്പ് ഹൗസ് പഴയതാ. നല്ല ദൂരെ ഡാം കാണാം. നല്ല ഒഴുക്ക വെള്ളത്തിന്. ഇതും പത്തനംതിട്ട ജില്ലയിലെ ഒരു അടിപൊളി സ്ഥലമാണ്. അപകടമേഖലയാണ്. ഫോട്ടോ എടുക്കുന്നതിനും മറ്റും നദീതീരത്തേക്ക് ഇറങ്ങുന്നതും ഇവിടെ കുളിക്കുന്നതും ഉപയോഗിച്ചിരിക്കുന്നു. ആരെ ഇറങ്ങത്തില്ല, ഭയങ്കര ഡേഞ്ചറാണ്. ഭയങ്കര ശക്തമായ വെള്ളം ഒഴുകുന്നത്. അപകടം ഒളിഞ്ഞിരിക്കുന്ന ഒരു സ്ഥലമാണ് പെരുന്തേനരുവി. വലിയ കായവും ഒക്കെ ഉള്ളതാണ്. ഇവിടെ സൂക്ഷിച്ചു വേണം നിൽക്കാൻ. അടിപൊളിയൊരു പ്ലേസാ. ചെറുത് അങ്ങോട്ട് പോരുത്. ഡേഞ്ചർ അങ്ങോട്ട് പോരുത്. മേളിൽ നിന്ന് വരുന്ന വെള്ളമാണ് ഈ കാണുന്നത്. അങ്ങ് ഡാമിൽ നിന്ന് അടിപൊളി പ്ലേസാണ്. വെള്ളത്തിന് ഒഴുക്കുണ്ടോ. അപകടം പിടിച്ച സ്ഥലമാണ് പെരുന്തേനരുവി. മേളിൽ ആൾക്കാരൊക്കെ ഉണ്ട്. ചൂണ്ടയൊക്കെ ഇടുന്നുണ്ടോ ദൂരെ മേളില്. അവിടെ ആൾക്കാർ ചൂണ്ട ഇടുന്നുണ്ട്. അവിടെ നിന്നാണ് ഡാമിലെ വെള്ളം വരുന്നത്. ഏറ്റവും നല്ല ഭംഗിയുള്ള ഒരു വെള്ളച്ചാട്ടമാണ് ഈ പെരുന്തേനരുവി വെള്ളച്ചാട്ടം. അതുപോലെ തന്നെ ഇതിന് ഒരു പ്രത്യേകതയുണ്ട്. ഈ അരുവി മൂളുന്ന അങ്ങ് വെച്ചുവെച്ചറ വരെ കേൾക്കാമെന്നും പറയുന്നുണ്ട്. ഏകദേശം 91 പേരോ 92 പേരോളം ഇവിടെ മരിച്ചിട്ടുണ്ട്. അതിന്റെ കണക്ക് ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇവിടെ വരുന്നവരൊന്നും ഈ വെള്ളത്തിലിറങ്ങി ഈ പാറയുടെ മണ്ടേ കയറുന്നൊക്കെ തെന്നിക്കിടക്കുന്നതുകൊണ്ടേ വളരെ അപകടം പിടിച്ച ഒരു സ്ഥലം തന്നെയാണ്. കാണാനും നല്ല സ്ഥലം, പക്ഷെ അതുപോലെ തന്നെ അപകടവും ഒളിഞ്ഞിരിക്കുന്ന ഒരു സ്ഥലമാണ് ഈ പെരുന്തേനരുവി വെള്ളച്ചാട്ടം. ഇവിടെ നിന്നും പുതിയതായിട്ട് ഇതെല്ലാം പണിഞ്ഞ ഇപ്പൊ നല്ല ടൂറിസ്റ്റിന്റെ ഭാഗമായിട്ട് പുതിയതായിട്ട് പണിഞ്ഞാണ്. ഇവിടെ എല്ലാം നിന്ന് എല്ലായിടം വ്യൂ പോയിന്റ് ആണ്. ഇവിടെ നിന്ന് കാണുമ്പോൾ തന്നെ അറിയാം എല്ലായിടം വ്യൂ ആണ്. ഇതെല്ലാം നമുക്ക് ഇറങ്ങി നിന്ന് കാണാം. ഇത് കയറുമ്പോൾ ചെറിയൊരു കുലുക്കമൊക്കെ ഉണ്ട്. ഒന്നും പേടിക്കാനൊന്നുമില്ല. താഴെ ആൾക്കാർ മീനെ പിടിക്കുന്നുണ്ട്, അതും കാണാം. താഴെ വരെ നമുക്ക് ഇറങ്ങിപ്പോവാം. താഴെ വരെ ഇറങ്ങി പിന്നെ അങ്ങ് സൈഡിൽ കൂടെ നടന്ന് അവിടെ താഴെ ഇറങ്ങി വെള്ളത്തിൽ ഇറങ്ങുകയും ചെയ്യാം. അങ്ങനെ ഒരു സംവിധാനം ഇവിടെ ചെയ്തിട്ടുണ്ട്. അതാണ് പെരുന്തേനരുവിയുടെ ഭംഗി. ഇവിടെ അടിപൊളിയായി. ഈ സ്റ്റെപ്പൊക്കെ ചെയ്തുകൊണ്ട് നല്ല സ്റ്റൈലായിട്ടുണ്ട്. ഇതുകൊണ്ട് നമുക്ക് താഴെ ഇറങ്ങി വരാം. അങ്ങനെ ഒരു ഗുണമുണ്ട്. നമുക്ക് താഴോട്ട് പോവാം. എല്ലാം പ്ലാസ്റ്റിക്. ഇതാണ് നമ്മുടെ കേരളത്തിന്റെ അവസ്ഥ. ഇവിടെ ചെന്നാലും അവിടെ എല്ലാം പ്ലാസ്റ്റിക്കാണ്. കുപ്പി നല്ല സ്ഥലം. താഴെ നമുക്ക് ഇറങ്ങി ഇതെല്ലാം മണലാണ്. നമുക്ക് മൊത്തം മണലാണ്. നോക്കി അടിപൊളി.
ഓക്കെ. എടി വെള്ളത്തിൽ ചവിട്ടരുന്ന്. വല വെച്ചിരിക്കുന്നു. വല താഴെ കാണാൻ നല്ല രസമുണ്ടല്ലേ? ചെറിയൊരു ഓളം ഉണ്ടല്ലേ? ചൂണ്ട കേട്ടോ. ചെറിയൊരു ഓളം ഉണ്ട്. നോക്കി ആ വെള്ളം വീഴുന്ന കേട്ടോ. തിരമാല പോലെ. നോക്കി. അടിപൊളി. കാണുന്ന മീനെ പിടിക്കാൻ എന്തോ വല സംഭവം എന്തോ സെറ്റ് ചെയ്തിരിക്കുക. എന്തോ നമുക്ക് അറിയത്തില്ല. കുക്കയിലറിയത്തുള്ളൂ. ഇവിടുന്ന് മീനെ പിടിക്കാൻ അവിടെ ഉണ്ട്. അതിൽ ചൂണ്ട ഇട്ടിട്ടുണ്ട്. ആൾക്കാരെല്ലാം മേലൊന്നും താഴോട്ട് ഇറങ്ങി വരത്തില്ല. താഴെ ഇറങ്ങിയാലും നല്ല രസമാണ് കാണാൻ. നമ്മളങ്ങനെ പെരുന്തേനരുവി ഡാമിൽ കൂടെ പോവാം. ഡാമിന്റെ മേളിൽ കൂടെ വേറെ എക്സ്പീരിയൻസ് ആണ്. അങ്ങേറ്റത്ത് നിന്ന് ഇറങ്ങാൻ പറ്റുമോ ആർക്കും? അടിപൊളി. നമ്മുടെ വെള്ളം ഇടുന്നുണ്ടോ? എനിക്ക് നല്ല രസമുണ്ട്. അങ്ങനെ ഡാമിൽ കൂടെ നമ്മൾ വണ്ടി ഓടിച്ചു. നിറച്ച് വെള്ളമാണ്. നല്ല വെള്ളമാണ്. ഈ സൈഡിൽ കൂടെ ഒഴുകുന്നുണ്ട്. ഇവിടെ കൂടെ താഴോട്ട് ഒഴുകുന്നുണ്ട്. അതും കാണാൻ നല്ല രസം. ഇതാണ് വരുന്നതിന് ഡാമിൽ നിന്ന് വെള്ളം പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പുറത്തെ ഡാം. ആ പാലത്തെ കൂടെ നമ്മൾ വന്നു. ഈ പാലത്തെ കൂടെ ചെറിയ വീതിയുള്ളൂ. ഇതൊക്കെ നമ്മൾ വന്നു. അതായത് നമ്മളിപ്പം മുമ്പ് അപ്പുറത്തെ സൈഡിലായിരുന്നു. നമ്മൾ ഇപ്പുറത്തെ സൈഡിൽ വന്നു. നമ്മൾ മുമ്പ് എന്ന പാലമൊക്കെ കാണുന്നത്. അവിടെ പാലവും എല്ലാം കാണാം. ഇവിടെ എന്നാലും നല്ലപോലെ വെള്ളച്ചാട്ടം കാണാം. ഞങ്ങൾ അപ്പുറത്താ പാലത്തിൽ നിന്ന്. ഞങ്ങൾ അതിലായിരുന്നു വന്നത്. ഞങ്ങൾ ഇപ്പുറത്ത് ഡാം കയറി ഇപ്പുറത്ത് വന്നു. പെരുന്തേനരുവിയുടെ വീഡിയോ ഇഷ്ടപ്പെട്ടുള്ളവർ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വീഡിയോയുമായി വീണ്ടും വരുന്നത്.